കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള കോൺഗ്രസ് എം പിമാര് അവർക്ക് ദേശീയ തലത്തിൽ ഇപ്പോൾ വലിയ റോളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവര് കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനുള്ള തീരുമാനം. നമ്മൾക്കറിയാം 2019 കുഞ്ഞാലിക്കുട്ടി എം പി ആയി മത്സരിച്ച് വിജയിച്ചു. മറ്റൊന്നുമല്ല സ്വപ്നം കണ്ടത്, 2019 രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും. അപ്പോൾ മുസ്ലിം ലീഗിനും വലിയ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ടല്ലോ. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ക്യാബിനറ്റ് റാങ്കും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി ഇവിടെ നിന്ന് ഡൽഹിക്ക് വണ്ടി കയറിയത്. ദാ കിടക്കുന്നു, പോയ വണ്ടിയിൽ തന്നെ തിരികെ വരികയും ചെയ്തു. മറ്റൊന്നുമല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അപ്രത്യക്ഷമായി രാഹുൽ ഗാന്ധിയുടെ സ്വപ്നം തീർന്നു, ഇനി ഭാവി പ്രധാനമന്ത്രി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരവസ്ഥയിലായി കഴിഞ്ഞു എന്ന് കുഞ്ഞാലിക്കുട്ടി വളരെ മുന്നേ തന്നെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത്. പിന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ നിന്ന് കേന്ദ്രത്തിലേക്ക് പോയാലും കേന്ദ്രത്തിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് വന്നാലും കുഞ്ഞാലിക്കുട്ടിയുടെ സ്പേസ് അങ്ങനെ തന്നെ നിൽക്കും, അത് അപഹരിക്കത്തില്ല. കോൺഗ്രസിലാണ് ഇവിടെ MLA ആയിരിക്കുന്ന ആളിനെ പിടിച്ച് MP ആയിട്ട് പറഞ്ഞു വിടുക, MP ആയിരിക്കുന്ന ആളിനെ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അത് ഒതുക്കലിന്റെ ഭാഗമാണ്. ഹൈക്കമാൻഡ് എന്ന് പറയുന്ന KC വേണുഗോപാൽ എന്ന് പറയുന്ന ആ ഹൈക്കമാൻഡ് അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഈ ഒതുക്കൽ പരിപാടിയാണ്. അങ്ങനെ ഒതുക്കലിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു? കോൺഗ്രസിന് ചില സീറ്റുകൾ, നിയമസഭാ സീറ്റ് ഇവർക്ക് നഷ്ടപ്പെട്ടു പോയി. കോന്നിയും വട്ടിയൂർക്കാവും ഇവരുടെ കൈകളിൽ നിന്ന് അങ്ങനെ പോയതാണ്. അത് ഈ ശുംഭന്മാർ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ നോക്കുക, ദേശീയ തലത്തിൽ കോൺഗ്രസ് ഏതാണ്ട് കുഴിമൂടപ്പെട്ട അവസ്ഥയിലാണ്. പക്ഷെ കേരളത്തിൽ 2026 ഇവിടുത്തെ പിണറായി വിജയന്റെ സൽഭരണം കാരണം അധികാരത്തിൽ വരുമെന്ന് ഏതാണ്ട് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചില MP-മാര് തിരികെ കേരളത്തിലേക്ക് വരാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. മാവേലിക്കരയിൽ നിന്ന് വിജയിച്ചിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ്, കണ്ണൂരിൽ നിന്ന് വിജയിച്ചിട്ടുള്ള K. സുധാകരൻ, പത്തനംതിട്ടയിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ആന്റോ ആന്റണി, കോഴിക്കോട് നിന്ന് പോയിട്ടുള്ള MK രാഘവൻ, ചാലക്കുടിയിൽ നിന്ന് പോയിട്ടുള്ള ബെന്നി ബെഹനാൻ, ആറ്റിങ്ങലിൽ നിന്ന് പോയിട്ടുള്ള അടൂർ പ്രകാശ്, കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് പോയ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവരെല്ലാം തന്നെ മുതിർന്ന നേതാക്കന്മാരാണ്. കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇവിടെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുക, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രി പദവി അലങ്കരിക്കാം. ഈ 2026 മാത്രമേ ഇനി ഒരവസരമുള്ളൂ. ഇത് കഴിയുമ്പോൾ ഇവർക്കൊക്കെ പ്രായവും കൂടും. പിന്നെ 2031 ആകുമ്പോഴേക്ക് കോൺഗ്രസ് ഏതാണ്ട് കുഴി മൂടിക്കഴിയും. അതുകൊണ്ട് 2026 ഏക പ്രതീക്ഷ. അതിനുവേണ്ടി ഇവരെല്ലാം തന്നെ തിരികെ മടങ്ങാനുള്ള, ഇപ്പൊ നമുക്കറിയാം, മുരളീധരൻ ഇവിടെ നിന്ന് വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയ്ക്ക് വിട്ടു. വടകരയിൽ നിന്ന് അദ്ദേഹത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും BJP-യെ തോൽപ്പിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വട്ടിയൂർക്കാവ് മണ്ഡലം നഷ്ടപ്പെട്ടു പോയി. ഈ MP-മാരൊക്കെ തിരികെ കേരള രാഷ്ട്രീയത്തിലേക്ക് വരാൻ പോകുന്നു, അല്ലെങ്കിൽ വരുന്നു എന്നുള്ള വിവരം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിട്ടില്ല. ഇത് ഈ MP-മാർ തന്നെ എടുത്തിട്ടുള്ള തീരുമാനമാണ്. ഹൈക്കമാൻഡ് കൂടി തീർച്ചപ്പെടുത്തണമല്ലോ. ഇതിലിപ്പോൾ ഹൈക്കമാൻഡ് ഏറെ തീർച്ചപ്പെടുത്താൻ സാധ്യതയുള്ള ആളെന്ന് പറയുന്നത് അടൂർ പ്രകാശാണ്. കാരണം കേരളത്തിലെ ജാതി സമവാക്യം, കേരള രാഷ്ട്രീയത്തിൽ ജാതി സമവാക്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ചു നാളായി വളരെ ക്ഷുഭിതനല്ലേ. UDF കോൺഗ്രസ്സുകാർ ആരെയാണ് പ്രീണിപ്പിക്കുന്നത്? മുസ്ലിം ലീഗിനെ അല്ലേ. മലപ്പുറത്തിന് എന്താണ് പ്രത്യേക അവകാശം എന്നല്ല ചോദിക്കുന്നത്. ഭരിക്കുന്ന കക്ഷികളെല്ലാം തന്നെ ഏത് പുതിയ തീരുമാനം എടുക്കണമെങ്കിലും മലപ്പുറത്ത് വിളിച്ച് ചോദിക്കും, നടപ്പാക്കട്ടോ എന്ന്. അപ്പോൾ അവർക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്നു എന്ന് സാരം. അങ്ങനെ മുസ്ലിം വിഭാഗത്തിനോട് അമിതമായ പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്ന UDF, ഇതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി ശക്തമായിട്ട് എതിർക്കുന്നത്. ഈഴവ പ്രാതിനിധ്യം ഇല്ല കോൺഗ്രസിനകത്തുണ്ടെങ്കിൽ തന്നെ തൃപ്പൂണിത്തറ MLA K. ബാബു മാത്രമാണ്.
ഇപ്പോൾ അടൂർ പ്രകാശിന് UDF കൺവീനർ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുന്നത്? ക്രൈസ്തവ വിഭാഗത്തെ, ഈ കോൺഗ്രസിൽ നിന്ന് അകന്നുപോയ വിഭാഗം, ക്രൈസ്തവ വിഭാഗം BJPയിലേക്ക് പോയി അവരെ തിരികെ കൊണ്ടുവരുന്നതിനെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയാണ് ഹൈക്കമാൻഡ് ആ കളി നടത്തിയത്. അതിനുവേണ്ടിയാണ് അനാരോഗ്യമെന്ന് പറഞ്ഞുകൊണ്ട് കെ സുധാകരനെ മാറ്റി നിർത്തിയത്. അതിനെയും വെള്ളാപ്പള്ളി വെല്ലുവിളിക്കുന്നുണ്ട്. സതീഷിന്റെ നേരെ ആക്രോശിക്കുകയും ചെയ്യുന്നുണ്ട്. പറവൂരിൽ നിന്ന് ജയിച്ചു വരുന്നത് കാണട്ടെ എന്നാണ് ചോദിക്കുന്നത്. അധികാരത്തിൽ വരില്ല എന്ന് വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. UDF കൺവീനർ സ്ഥാനം എന്തുകൊണ്ട് അടൂർ പ്രകാശിന് കൊടുത്തു എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ ഈ ജാതി സമവാക്യം കണ്ടുകൊണ്ട് തന്നെയാണ്. ഈഴവ സമുദായത്തിൽ നിന്നൊരാൾ. അടൂർ പ്രകാശ് തികച്ചും കേരള രാഷ്ട്രീയത്തിന് അനിവാര്യമാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ കോന്നി തിരിച്ചു പിടിക്കാൻ കഴിയും, ഒരു മന്ത്രിയാകും. അദ്ദേഹം മുമ്പ് റവന്യൂ മന്ത്രിയുമായിരുന്നിട്ടുണ്ട്. അപ്പോൾ അടൂർ പ്രകാശിനെ പോലുള്ള ഒരാൾക്ക് ഹൈക്കമാൻഡിന്റെ പച്ചക്കൊടി കിട്ടും, അത് ഉറപ്പാണ്. പക്ഷെ മറ്റുള്ളവർക്ക്, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവരെല്ലാരും കൂടി ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ മന്ത്രി പദവി കൊടുക്കാൻ കഴിയത്തില്ല. മണ്ഡലം വേണ്ടേ? ഇപ്പൊ തന്നെ മുന്നണി തന്നെ വിപുലീകരിക്കാൻ തീർച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അപ്രാപ്യമാണ്. അത് അവരവർ എടുക്കുന്ന തീരുമാനം മാത്രമായിട്ട് ഒതുങ്ങുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ ഉറപ്പായിരിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ 2 തവണയായിട്ട് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന് 2024 ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അതുകൊണ്ട് അവിടെയുള്ള ഏത് നിയമസഭാ മണ്ഡലത്തിലും നിന്നാൽ ജയിക്കും എന്ന് ഉണ്ണിത്താൻ ഒരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ വിജയിച്ചു വന്ന് കേരളത്തിലെ ഒരു മന്ത്രി കൂടിയാകുക എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ണിത്താനും ബെന്നി ബെഹനാനും ആന്റോ ആന്റണിക്കും സുധാകരനും പ്രത്യേകിച്ച് കൊടിക്കുന്നിൽ സുരേഷിനും ഉണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് ഇതെല്ലാം ഈ ജാതിക്കാട് വെച്ച് കളിക്കുന്ന ഒരാളാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് വരാൻ നോക്കി അദ്ദേഹം. എത്ര തവണ MP ആയിട്ടിരിക്കുന്നു? മാറിക്കൊടുക്കുമോ? ഇല്ല. അപ്പോൾ ഇനി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായതിനു ശേഷമേ താൻ ഇനി ഇതിൽ നിന്ന് മാറുകയുള്ളൂ. നമുക്കറിയാം, കോൺഗ്രസ്സുകാരിൽ എപ്പോഴും അധികാരമോഹികൾ മാത്രമാണ്. അധികാരം കയ്യിലില്ലെന്നുണ്ടെങ്കിൽ ഉടനെ അടുത്ത മുന്നണിയിലേക്ക് പോവുക. KV തോമസ് എന്ന് പറയുന്ന അദ്ദേഹം ഡൽഹിയിൽ എങ്ങനെ ഇപ്പോൾ കഴിയുന്നത്? കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി എന്ന് പറഞ്ഞാണ് പിണറായി വിജയൻ എടുത്തിരുത്തിയിരിക്കുന്നത്. അങ്ങനെ ലക്ഷക്കണക്കിന് ശമ്പളവും കൊടുക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസ്സുകാർക്ക് അവരുടെ അത്തരത്തിൽ വഴികൾ നോക്കാൻ അറിയാവുന്നതാണ്. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷും, ഇപ്പോൾ നമുക്കറിയാം MK രാഘവൻ കോഴിക്കോട് നിന്ന്, അവിടെ കോഴിക്കോട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ് MK രാഘവൻ. ആദ്യം മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷം കുറവായിരുന്നു. പിന്നീട് ഓരോ തവണയും അദ്ദേഹം ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ ഭൂരിപക്ഷം ഉയർത്തുന്നത് പോലെ കോഴിക്കോട് MK രാഘവനും, ഇവരൊക്കെ മികച്ച പാർലമെന്റേറിയന്മാരാണ്. കോഴിക്കോട്ടുകാർക്ക് പ്രിയങ്കരനായ രാഘവേട്ടനാണ്. അതുപോലെ തന്നെ ആന്റോ ആന്റണി അല്ലെങ്കിൽ കെ സുധാകരന് കേരളത്തിൽ ഒരു മന്ത്രിയായിരിക്കണമെന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മൂലക്കിരുത്താൻ ശ്രമിച്ചവർക്ക് കൂടി ഒരു തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് MP സ്ഥാനത്തിൽ നിന്ന് പതുക്കെ കേരള രാഷ്ട്രീയത്തിലേക്ക് വരാൻ സുധാകരൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇവർക്കെല്ലാം ഹൈക്കമാൻഡിന്റെ പച്ചക്കൊടി കിട്ടുക എന്നുള്ളതിന് വേണ്ടി കാത്തിരിക്കുകയാണ്.